ഇത് മാസ് മോട്ടോഴ്സാണ്. നമ്മൾ ഹോണ്ട ആക്റ്റീവ വണ്ടി വർക്കിന് കയറ്റിയിട്ടുണ്ട്. ജന സർവീസായിട്ടാണ് നമ്മൾ കയറ്റിയാണ്. അപ്പോൾ സർവീസുമായി ബന്ധപ്പെട്ട് നമ്മൾ അതിൻ്റെ ബാക്ക് ബ്രേക്കൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. അപ്പോൾ ബ്രേക്ക് ലൈനർ മാക്സിമം അതിൻ്റെ ഉപയോഗിച്ച് കഴിഞ്ഞാണ് കേട്ടോ. അപ്പോൾ നിലവിൽ അത്യാവശ്യം കമ്പനി ലൈനറാണ് കിടക്കണേ. അത്യാവശ്യം പരമാവധി ഉപയോഗിച്ച് നമ്മൾ തീർന്നുണ്ട്. അഡ്ജസ്റ്റിങ് മാക്സിമം അത് ഇവിടത്തേക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇപ്പോൾ തന്നെ നമുക്ക് ബ്രേക്ക് ഇല്ല, അപ്പോൾ സെറ്റ് ചെയ്താലും നമുക്ക് കിട്ടില്ല. അപ്പോൾ അത് നമുക്ക് മാറ്റിയിടണം കേട്ടോ. അതേപോലെ തന്നെ ബ്രേക്കിൻ്റെ ക്യാമൊക്കെ അയച്ച് നമ്മളൊന്ന് ഗ്രീസ് ചെയ്ത് ഇടുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മളതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗമൊക്കെ ചെക്ക് ചെയ്യാനും ക്ലീനിങ് ചെയ്യാനൊക്കെ ആയിട്ട് അയച്ചാണ്. അപ്പോൾ എയർ ഫിൽറ്ററൊക്കെ നമുക്ക് കമ്പനി ഫിൽറ്റർ കിടക്കണേ, ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്റർ തന്നെയാണ് കിടക്കുന്നത്. നമുക്കൊന്ന് തുടച്ച് ക്ലീനാക്കി ഇട്ടാൽ മതി, കാരണം എന്ന് പറഞ്ഞാൽ വലിയ പഴക്കമൊന്നും ആയിട്ടില്ല. പിന്നെ ക്ലച്ചിൻ്റെ ഭാഗമായാലും നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യാനുണ്ട്. നിലവിൽ വേറെ ഓയിൽ ലീക്കോ കാര്യങ്ങളൊന്നുമില്ല. ബെൽറ്റിൻ്റെ കണ്ടീഷനായാലും ബെൽറ്റ് കമ്പനി ബെൽറ്റ്, ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റ് തന്നെ കിടക്കണേ. ബെൽറ്റ് നല്ല പെർഫെക്റ്റ് ആണ് കേട്ടോ, നല്ല ഡാമേജോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നമ്മൾ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് കിക്കറിൻ്റെ വീലൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യും. പിന്നെ ക്ലച്ച് വർക്ക് ചെയ്തിട്ടുള്ള പൊടി കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ട്. അതൊക്കെ നമുക്കൊന്ന് ക്ലീനാക്കി എയർ അടിച്ച് ക്ലീൻ ചെയ്തിട്ട് വേണം റീസെറ്റ് ചെയ്യാനായിട്ട്. ഇത് എൻ്റെ സെൽഫിൻ്റെ ബെൻഡെക്സ് എന്ന് പറഞ്ഞ യൂണിറ്റാണ്. അതിൻ്റെ ചെക്കിങ് വർക്കിങ്ങും നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നിലവിൽ വേറെ പ്രോബ്ലം ഒന്നും കാണുന്നില്ല. വേരിയേറ്റർ, ബോഡി, റോളർ, ബോസ് ഡ്രൈവ് ഇതൊക്കെ ആയാലും നിലവിൽ സാധാരണ നമ്മൾ ഉപയോഗം വെച്ച് നോക്കുമ്പോൾ അതനുസരിച്ചിട്ടുള്ള തേമാനമുള്ളൂ. ഒരു കംപ്ലയിൻ്റ് ഒന്നും പറയാനില്ല. പിന്നെ നമ്മളതിൻ്റെ ബാക്കിൽ വന്ന ഓട്ടോ ക്ലച്ചിൻ്റെ CVT ക്ലച്ചിൻ്റെ ബാക്കിൽ വന്ന വെയിറ്റ് സെറ്റ് യൂണിറ്റ് വന്ന യൂണിറ്റാണത്. നമുക്ക് ഈ പിന്നെ ഇതുമൊക്കെ ശരിക്കും പിന്നെ നല്ല ടൈറ്റായിരുന്നു. അതായത് ക്ലച്ച് ഷൂവിനകത്ത് നല്ല ടൈറ്റായിരുന്നു. ശരിക്കും നമ്മൾ ആക്സിഡൻറ്റ് കൊടുക്കുമ്പോൾ ശരിക്കും വിടർന്നു വന്നു. അപ്പോൾ അത് ടൈറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയൊരു ടൈമിലാകെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കൂട്ടത്തിൽ കൂടെ ഫുള്ളായിട്ട് അഴിച്ച് ആ പോർഷനൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ആകുന്നുണ്ട്. അതേപോലെ തന്നെ ക്ലച്ചിൻ്റെ ഭാഗത്തായാലും നമ്മൾ പറഞ്ഞിട്ട് പൊടി കാര്യങ്ങളൊക്കെ ഇറങ്ങുന്നുണ്ടോ. ശരിക്കും പറഞ്ഞാൽ അതൊക്കെ ഒന്ന് നല്ല രീതിയിൽ ക്ലീൻ ആക്കിയിട്ട് ക്ലച്ച് ഒന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട്. ഈ CVT ക്ലച്ച് ആകുമ്പോഴുള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ നമുക്ക് ഈ സൈഡിൽ ഓയിലോ കാര്യങ്ങളൊന്നുമില്ല. ബെൽറ്റ് വരുന്നതുകൊണ്ട് തന്നെ മാനുവലായിട്ട് നമ്മൾ അഴിച്ച് ഗ്രീസിങ് നടത്തേണ്ടതുണ്ട്. അതും കൂടി കൂട്ടത്തിൽ കൂടെ നമ്മൾ ചെയ്ത് പോകുന്നുണ്ട്. ഓൾറെഡി ജനറൽ സർവീസിലുള്ളതാണ്. അതിന് അഡീഷണൽ നമുക്ക് കോസ്റ്റൊന്നും നമുക്ക് വന്നില്ല, സർവീസിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ്. പിന്നെ ചോക്കിൻ്റെ കേബിൾ സ്റ്റാർട്ടിങ് സംബന്ധമായിട്ടുള്ള കംപ്ലയിൻറ്റ് വന്നാൽ നമുക്ക് ചോക്ക് ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ചോക്കിൻ്റെ വർക്കിംഗ് ഒക്കെ ചെക്ക് ചെയ്തു, നിലവിൽ കുഴപ്പമൊന്നുമില്ല. ആക്സിലേറ്ററിൻ്റെ ആയാലും കേബിളിൻ്റെ ഓപ്പറേറ്റിംഗ് ഒക്കെ ഓക്കെയാണ്. ടൈറ്റോ കാര്യങ്ങളൊന്നും നിലവിൽ കാണുന്നില്ല കേട്ടോ. പിന്നെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ സസ്പെൻഷൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. അതേപോലെ ബ്രേക്കിൻ്റെ ലൈനർ ചെക്ക് ചെയ്യുന്നുണ്ട്, ക്യാം ഗ്രീസ് ചെയ്യുന്നുണ്ട്. അതിനൊക്കെ വേണ്ടിയിട്ട് അയച്ചേക്കണതാണ്. അപ്പോൾ നിലവിൽ ലൈനർ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്, കുഴപ്പമൊന്നുമില്ല. നമുക്ക് അതിൻ്റെ ഈ ഫ്രണ്ടിൽ വന്ന ഈ സസ്പെൻഷൻ്റെ ലിങ്ക് ടൈപ്പ് സസ്പെൻഷൻ നമുക്ക് ഫ്രണ്ട് വരാം. അതിൻ്റെ ഉള്ളിൽ തന്നെ ഈ കോളർ ബുഷ് ചെറിയൊരു പ്ലേ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് അഴിച്ച് ഗ്രീസിങ് നടത്തിയിട്ട് കോളർ ബുഷ് മാത്രമായിട്ട് മാറ്റിയിടാം. രണ്ട് കുഷ്യൻ്റെ ബുഷൊന്നും പ്രോബ്ലം ഇല്ല, അതൊക്കെ നമുക്ക് അത് തന്നെ യൂസ് ചെയ്യാം. പിന്നെ ഇതും ഇരിക്കുന്ന ബാറ്ററി എന്ന് പറയുമ്പോഴത്തേക്കും SF സോണിക്കിൻ്റെ ബാറ്ററി ആയിട്ടാണ് കാണുന്നത്. SF സോണിക്കിൻ്റെ ബാറ്ററിയാണ് ഇരിക്കുന്നത്. നമുക്ക് അതിൻ്റെ വോൾട്ട് കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ 12.77 വോൾട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ബാറ്ററി നമ്മൾ ടെസ്റ്റും കൂടി നടത്തുന്നുണ്ട്. കാരണം ഓൾറെഡി നമുക്ക് സർവീസിൽ അതുകൂടി ഉള്ളതാണ്. അതുകൊണ്ട് ബാറ്ററി ടെസ്റ്റ് നടത്തുന്നുണ്ട്. ബാറ്ററി ഓക്കെ ആയിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നിലവിൽ ഇപ്പോൾ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല ബാറ്ററിയുമായി ബന്ധപ്പെട്ട്. ജനറൽ സർവീസിൻ്റെ ഭാഗമായിട്ട് ബാറ്ററി ടെസ്റ്റൊക്കെ അതിനകത്ത് ഉള്ളത് കൊണ്ടാണ് നമ്മളത് ചെയ്തു പോകുന്നത് കേട്ടോ. പിന്നെ എന്താണെന്ന് പറഞ്ഞാൽ സ്പാർക്ക് പ്ലഗിൻ്റെ ഭാഗം നമ്മൾ നോക്കുന്നുണ്ട്. പ്ലഗും പുതിയ പ്ലഗാണ് കിടക്കുന്നത്, പ്രോബ്ലം ഒന്നുമില്ല. സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റ് ആയാലും നല്ല ഫിൽറ്ററാണ്. പിന്നെ നമ്മൾ എഞ്ചിൻ ഓയിൽ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിലവിൽ നമുക്ക് സർവീസുമായി ബന്ധപ്പെട്ട വർക്കുകൾ മാത്രമാണ് മെയിനായിട്ട് വരിക. അപ്പോൾ അതിനകത്ത് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടത് ബാക്കിലത്തെ ബ്രേക്കിൻ്റെ ലൈനർ നമുക്ക് ഉപയോഗിച്ച് തീർക്കാനാണ്, അത് മാറ്റണം. എഞ്ചിൻ ഓയിൽ മാറാനുണ്ട്. പിന്നെ ഫ്രണ്ടിലെ ഈ ഇതിൻ്റെ ഉള്ളിൽ വരുന്ന കോളർ ബുഷ്, ഇത്രയായിട്ടാണ് നമുക്ക് സർവീസുമായി ബന്ധപ്പെട്ട് ചെയ്യുമ്പോൾ നമുക്ക് മാറ്റിൻ്റെ തന്നെ പാർട്സുകളായിട്ടുള്ളത്. ബാക്കി ഇതെല്ലാം തന്നെ നമുക്ക് ക്ലീനിങ്ങും ഗ്രീസിങ് കാര്യങ്ങളൊക്കെ തന്നെ അതൊക്കെ ഓൾറെഡി നമുക്ക് സർവീസിലുള്ളതാണ് കേട്ടോ. പിന്നെ അതിൻ്റെ ബാക്കിലത്തെ ടയർ ഏകദേശം നമുക്ക് അതിൻ്റെ ലൈഫിലേക്ക് എത്തിയിട്ടുണ്ട്. കാരണം ഈ സൈഡ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, ഈ സൈഡ് ഇച്ചിരി തേമാനം കൂടുതലായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നമുക്കത് മാറ്റിയിടുന്ന സമയത്ത് ശരിക്കും കമ്പനി ടയർ തന്നെ യൂസ് ചെയ്യണമെന്നാണ് ബെറ്റർ കേട്ടോ പറയാൻ. കാരണം ഈ മോഡൽ കട്ട എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അത് നമുക്ക് കമ്പനി ടയറിൻ്റെ ഇത് വേണമെങ്കിൽ എടുക്കാം. ഇപ്പം MRF, അപ്പോളോ, സീറ്റ് ഏതായാലും കുഴപ്പമില്ല. ഡിസൈൻ അത് ചൂസ് ചെയ്യണതാണ് നല്ലത്. ഈ ബാക്കിൽ കിടക്കുന്നത് എടുക്കാതിരിക്കുന്നതാണ് നല്ലത് കേട്ടോ. ആ മോഡൽ ഡിസൈൻ നമുക്ക് അത്ര ബെറ്ററായിട്ട് വരില്ല. നമുക്ക് കിടക്കുന്നപ്പോൾ ഫ്രണ്ട് ടയർ കിടക്കുന്ന അതേപോലത്തെ ടയർ തന്നെ ഇടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതാകുമ്പോൾ നമുക്ക് റൊട്ടേഷനും ചെയ്യാൻ പറ്റും. കാരണം നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടും ബാക്കും ടയർ ഒരേ സൈസ് ടയറാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു തേമാനം വന്നു കഴിഞ്ഞാൽ റൊട്ടേറ്റ് ചെയ്ത് മാറ്റിയിടാനായിട്ടാണ് അത് യൂസ് ചെയ്യാൻ പറയുന്നതിൻ്റെ ഒരു കാരണം കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് കൂടി നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് കൂടി ഒന്ന് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടേക്കാം. ഓക്കെ.